ഹായ്, ഇന്നാണ് 5-ാം തീയതി. അടുക്കലും പറക്കലൊക്കെയാണ്. ഒന്നും രണ്ടും കോപ്പികളല്ലല്ലോ ഇവരെ സംബന്ധിച്ചിടത്തോളം കുറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടേ അവിടെ പോകുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് എന്തെങ്കിലും ചോദിച്ചെടുത്ത് തപ്പിപ്പിടിച്ച് കൊടുക്കണമല്ലോ. അപ്പൊ ഞാൻ രാവിലെ ഇറങ്ങി അമ്പലത്തിലോട്ടൊന്ന് പോവാനായിട്ട് ഇറങ്ങി. രാവിലെ ജോലിയൊക്കെ തീർത്തിട്ട് ഞാനും കുഞ്ഞിയും നന്ദൂസും കൂടെ അമ്പലത്തിൽ പോവാ. കുന്നത്ത് മഹാദേവൻ ക്ഷേത്രത്തിൽ പോകണം. മഹാദേവനാണല്ലോ. അപ്പൊ അങ്ങനെ എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് അടുക്കിപ്പറക്കി വെച്ചിട്ടൊക്കെ പോയില്ലേ. ഇല്ലേ വന്നിട്ട് സമയം കാണില്ല. പിന്നെ പോകുന്ന വഴിക്ക് നന്ദപ്പന്റെ സ്കൂളിലൊന്ന് കയറണം. ടീച്ചറെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഓക്കെ. സ്കാനിങ് റിപ്പോർട്ട് എല്ലാം തപ്പി പിടിച്ചെടുക്കണതാ. പിന്നെ എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. കാര്യം ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇവിടെ ആര് നിൽക്കും, ഇന്നലെ തൊട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പൊ ഞാൻ വിചാരിച്ച് എന്തായാലും പറയാം. പോണ വഴിക്ക് പറയാന്ന് കരുതി. ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു മുടക്കവും തടസ്സവും ഇല്ലാണ്ട് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ രാവിലെ ആണെങ്കിലും എണീറ്റ് അമ്മമാർക്കുള്ള ഫുഡും ഒക്കെ റെഡിയാക്കി, പിന്നെ എൻ്റെ പട്ടിക്കുട്ടന്മാർക്കുള്ള ഫുഡ് റെഡിയാക്കി അവർക്ക് കോരിക്കൊടുത്ത്, പിന്നെ ഈവൻ തുണി ഒന്നിച്ചോ എല്ലാ ജോലിയും പറമ്പ് ഉൾപ്പെടെ വൃത്തിയാക്കിയിട്ടാണ് ഈ പോകുന്നത്. ഇനി ശരി. അപ്പൊ ഇനി വൈകുന്നേരം വന്നിട്ട് എപ്പോഴാണ് എനിക്ക് വരാൻ പറ്റുന്നതെന്ന് അറിയില്ല. പിന്നെ ചേട്ടൻ കൊണ്ടാക്കിയിട്ടിട്ട് ഇങ്ങ് വരും. കാരണം അവിടെ രണ്ടുപേരുടെ ആവശ്യമില്ല. എസ്പെഷ്യലി ഇവൻ വലിയ കുഞ്ഞായില്ലേ. ഇനിയിപ്പോ അവിടെ രണ്ടുപേരുടെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ആൾ എണ്ണം കൂടിയാൽ അവർ പുറത്താക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾക്കൊന്നും മുടക്കം വന്നിട്ടില്ല. വീട്ടിലെ കാര്യങ്ങളെല്ലാം പ്രോപ്പറാണ്. എനിക്കറിയാം ഒരുപാട് സംശയമുണ്ട്. അമ്മ ആര് നോക്കും, ഈ അമ്മയായിട്ട് ചേരുവോ, പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയല്ല ഞാൻ പോണ വഴിക്ക് പറഞ്ഞുതരാം. കാര്യം എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. ഇനിയിപ്പം ഇവനെ കൊണ്ടുവന്ന് അമ്പലത്തിൽ പോയി ബാ തൊഴുതിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങാനായിട്ട്. അമ്മമാരൊക്കെ ആകെ വിഷമത്തിലാണ് കേട്ടോ. ശോഭനാമ്മ രാവിലെ ചോദിച്ചു, പെണ്ണെ നീ ഇന്ന് പോവല്ലേ, എന്തായി, എങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ടൊരു 100 ചോദ്യം അമ്മയ്ക്ക്. പിന്നെ മറ്റേ അമ്മ ആകെ സാഡുണ്ട്. എസ്പെഷ്യലി ഇവന്റെ കാര്യത്തിൽ അമ്മ ഭയങ്കര വിഷമമാണ്. ഓമനമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പേരക്കുഞ്ഞവൻ നമ്മുടെ ഫാമിലിയിലെ. പിന്നെ പൊതുവെ അവനോടൊരു പ്രത്യേക ഇഷ്ടം അമ്മയ്ക്കുണ്ട്. അത് നമുക്കറിയാന്നുള്ള കാര്യമാണ്. അപ്പൊ അമ്മ ആകെ രാവിലെ പാനിക്കാണ്. ശോഭനാമ്മ ഞാൻ ഇല്ലാത്തതിന്റെ വിഷമം. അങ്ങനെ ആകെ ഒരു വിഷമ കലവറയാണിത്. അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാൻ സമയമില്ല. പോയിട്ട് വരാം. അമ്പലത്തിലല്ലേ ഇപ്പൊ പോണേ. ഇപ്പൊ ടൗണിന്റെ ആവശ്യമില്ല. വന്നിട്ട് എടുക്കാം. വാ. വന്നിട്ടേ പോണം. അമ്പലത്തിൽ പോണം. ഇവിടെ വരും. ഇതെന്തിനു മക്കളെ ഈ അമ്പലത്തിലേക്ക് ഈ കെട്ടി ചെരുപ്പൊക്കെ എടുത്തിട്ട് സെൽഫ് ഇട്ടാ പോരായിരുന്നു. അമ്പലത്തിൽ പോയി ഊരണ്ടേ, അതുകൊണ്ട് ചോദിച്ചാ. ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടല്ലോ. വേണ്ട കേറി. സമയമില്ല മക്കളെ. വേഗം സർജറി ചെയ്താലേ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞ കുന്നത്ത് മഹാദേവൻ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. നല്ല രസമാണ്. അമ്മേ ഓം നമഃ ശിവായ. നല്ല രസമാണ് കേട്ടോ. കാടിന് നടുക്ക് കൂടി. അയ്യോ ചെരുപ്പ് ഇവിടെ അല്ല മക്കളെ. അത് ഏതോ അപ്പൂപ്പൻ അറിയാണ്ടിട്ടതാ. മക്കളെ ചെരുപ്പ് കൂടിയിട്ട് വാ, പെട്ടെന്ന് വാ. കാടിൻ്റെ അതായത് എന്താ പറയുക, കുന്നിൻ്റെ മുകളിലിരിക്കുന്ന മഹാദേവനാണ്. കാടെന്ന് പറഞ്ഞ് ചുറ്റും കാടാ. എണ്ണിയോ? കുഞ്ഞിനെ പിടിക്കുന്ന ദിവസേ അമ്മ വാ കരയല്ലേ.
ചന്തൂസതേ വന്നിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് വന്നിട്ട് ആശുപത്രി പോകാനായിട്ട് ഫുഡ് കഴിക്കുകയാണേ. അവന് പൊരിച്ചമ്മീൻ കൊടുക്കണമെന്ന്. ഇനി ഉടനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. കുറച്ച് ദിവസം സാധ്യത ഞാൻ ഫുഡിന് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഞാനത് പൊരിച്ചമ്മീൻ കഴിച്ചിട്ടേ പോയുള്ളൂ. കുഞ്ഞിപ്പെണ്ണ ഹാളിൽ കുഞ്ഞിപ്പെണ്ണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് TV കണ്ടിട്ട് ഇവിടെ നിന്ന് കഴിച്ചാൽ അത് ക്ഷീരമാക്കി. TV ഇട്ടിട്ടില്ല, എന്നാലും ഇവിടെ ഇരുന്ന് കഴിക്കുള്ളൂ. പെട്ടെന്ന് കഴി അതങ്ങനെയല്ല, രാവിലെ എടുത്ത് തിന്നത്. ഇടി നിനക്ക് ചുമക്ക് കാണിക്കുന്ന ആശുപത്രി വേറെ, ചേട്ടനെ കാണിക്കുന്ന ആശുപത്രി വേറെ. ഓ മൈ ഗോഡ്, ചേട്ടന്റെ നാട്ടില് മരുന്നുകളെടുത്ത് ബാഗിൽ പോയി. പതുക്കെ പൊട്ടണതാണ്. നീ ചാർജറും കൂടെ എടുത്ത് അതായത് അമ്മ എടുത്തോളാം. അമ്മേരെ പോരാങ്കോ ചെരുപ്പൊക്കെ എടുപ്പോ. ഓ ഇറങ്ങി പോയിട്ട് വരട്ടോ. അമ്മാമ്മയായിട്ട് അടിയൊന്നും കൂടില്ല. ഞാൻ അടിയൊന്നും കൂടിയില്ല. രണ്ടുപേരും കൂടെ നന്നായിട്ട് കഴിയണേ. അമ്മ ഇനി ഓരോ നേരമൊന്നും ഇവിടെ കാണൂല. നമ്മള് നേരെ കുഞ്ഞപ്പനെ അംഗൻവാടിയിലാക്കാനാണ് പോണത്. കുഞ്ഞൂസ് ഫ്രണ്ടിലുണ്ട്. കുഞ്ഞെ അംഗൻവാടിയിലാക്കിയിട്ടാണ് പിന്നെ നണ്ടപ്പറ്റ സ്കൂളിൽ പോയി ടീച്ചേഴ്സിനോട് കാണണം. ടീച്ചർ ഇന്നലെ ഈവനിങ്ങിലും റെമൻഡ് ചെയ്തിരുന്നു അപ്ഡേഷൻ അറിയിക്കണേന്ന്. അപ്പോൾ ടീച്ചറെ കാണണം, എന്നിട്ടാണ് ഹോസ്പിറ്റലിൽ പോണേ. അപ്പൊ ഇപ്പൊ കുഞ്ഞൊരു അംഗൻവാടിയിലോട്ട് എത്തി. അംഗൻവാടി സ്വഭാവം മാറും. അങ്ങനെയാണ് അംഗൻവാടി തിരിയണതും കുഞ്ഞേരെ തനിക്കോണം വെളിയിൽ. ഇപ്പോഴാണ് കേട്ടോ, നേരത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇച്ചിരി കരച്ചിലും വെളിയിൽ. കാര്യം ഇപ്പം നമ്മളെല്ലാരും വീട്ടിലുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര കാര്യമാണ്. അമ്മച്ചിക്കാരിക്ക് അംഗൻവാടിയിൽ പോവാൻ മടി. ഇവിടെ മതി. ഇതെന്തരൊക്കെ പറയണ നന്ദൂസേ, ഇവിടെ പോരെ റിവേഴ്സ് എടുത്തോരാന്ന്. പിന്നെ നീ കൊണ്ടാക്കിട്ടോ. അങ്ങനെ നന്ദൂസിന്റെ സ്കൂളിലെത്തിയിട്ടുണ്ട്. ഏത് എവിടെ? താഴെയാണോ? മോനെ സർജറിക്ക് പോവാണ്. അതെ തന്നെ. ശരി ടീച്ചറെ. ടീച്ചറിന്റെ പേര് പ്രമീള. സമയം പേരും പറഞ്ഞു.
ടീച്ചറിനെ കാണാതെ പോകാൻ പറ്റുമോ? തന്നല്ലേ? സമയമില്ല, 9 മണി ആയിരുന്നു. അപ്പൊ ഞാൻ സിസ്റ്റർ വന്ന് കണ്ടോളാം. 9 മണി ആയിരുന്നു. ഞാൻ പിന്നെ അവളെ ആക്കി എല്ലാം ആക്കി പറ്റണില്ലേ ശ്രീചിത്രയില് പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് ജനുവിൻ എക്സാം ആണ്, അല്ല ജനുവിൻ സർജറിയാണ്, ടീച്ചേഴ്സിന് അറിയാം. ഇന്നലെ ഫുൾ എന്റെ സംശയം അവനതായിരുന്നു. ചിലപ്പം എക്സാം എഴുതാനൊക്കെ പറ്റുമായിരിക്കും. ക്ലാസ്സിൽ കയറി കണ്ട് വേറെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ശരി. അങ്ങനെ നന്ദപ്പന്റെ സ്കൂളും ഒക്കെ കണ്ടല്ലോ അല്ലേ? ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര കാര്യമാണ്, എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് സർജറിക്ക് പോകുന്നതിന്റെ ഒരു എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അപ്പൊ ആദ്യം ടീച്ചർ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ടീച്ചർ ഇന്നലെ ചോദിച്ചിരുന്നു എന്നാ, ഞാൻ പറഞ്ഞ സ്കൂളിൽ വരെ ടീച്ചർ ഇല്ല, പക്ഷെ ഞാൻ വരാമെന്ന് തോന്നുന്നു. ടീച്ചറിനൊരു കണ്ണിന്റെ ഒരു സർജറി, ടീച്ചർ റെസ്റ്റിലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ക്ലാസ്സിൽ കയറിയില്ല, പകരം അല്ലാണ്ട് വന്നതാണ്. മോനെ കാണാനായിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകുള്ളൂ എന്ന് തീരുമാനിച്ചതേ. ഇന്നലെ ഒരുപാട് അമ്മമാരും ചേച്ചിമാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സർജറിക്ക് പോകുമ്പോ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ഉമ്മ, അമ്മയുടെ കാര്യങ്ങൾ ആര് നോക്കും, കുഞ്ഞിപ്പെണ്ണിനെ ആര് നോക്കും, പിന്നെ ബാക്കി കാര്യങ്ങൾ പട്ടികളുടെ കാര്യം ആര് നോക്കും എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ആദ്യം ഒരു കാര്യം പറയാം, നമുക്ക് ശ്രീചിത്രയില് പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ബൈസ്റ്റാൻഡേഴ്സിന്റെ ആവശ്യമില്ല. അതായത് പേഷ്യന്റ്, മോനാണെങ്കിലും ആരാണെങ്കിലും പേഷ്യന്റിനെ അവരെടുത്തു കഴിഞ്ഞാല് പിന്നെ സർജറിയൊക്കെ കഴിഞ്ഞ് വാർഡിലാക്കുന്ന സമയത്ത് മാത്രമാണ്. അതും എനിക്ക് തോന്നുന്നു, ഞാൻ അന്ന് അവൻ കുഞ്ഞായിരുന്നല്ലേ, അവന്റെ ഫസ്റ്റ് സർജറി കഴിഞ്ഞ് 4ാമത്തെ ദിവസമാണ്. അപ്പൊ അന്ന് അവൻ പൊടിക്കുഞ്ഞായിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അന്ന് ബൈസ്റ്റാൻഡർ വേണ്ടി വന്ന, അല്ലാതെ വേണ്ട എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബൈസ്റ്റാൻഡർ ആവശ്യമില്ല. പക്ഷെ പുറത്ത് ഒരാളുണ്ട് അവിടെ, അതായത് ഹോസ്പിറ്റലിന് പുറത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, പിന്നെ വീട് അടുത്താണെങ്കിൽ കുഴപ്പമില്ല, അവർ വിളിച്ച് ഇത്ര 20 മിനിറ്റിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും, നമ്മളെ ഫോൺ വിളിക്കും. അപ്പൊ 20 മിനിറ്റിനുള്ളിൽ അങ്ങോട്ട് എത്തിയാൽ മതി. അങ്ങനെ എന്തോ. അപ്പൊ അന്നും ഈ നന്ദപ്പന അകത്ത് അവരെടുക്കുന്ന സമയത്ത് എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള വയ്യായിക ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ എപ്പോഴും ഇരുന്നു. അകത്ത് ഒരറ്റത്ത് എനിക്ക് ബെഡൊക്കെ കിടക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ബ്രസ്റ്റ് ഫീഡിങ് റൂമിൽ കിടക്കായിരുന്നു. അങ്ങനെ കിടന്നേ ഉള്ളൂ. അല്ലാതെ ബാക്കി പാരന്റ്സിനൊക്കെ വീട്ടിൽ പോവാം. പിന്നെ ഈ ദൂരെന്ന് ഈ തിരുവനന്തപുരത്തുള്ളവർ വളരെ കുറവാണല്ലോ, എല്ലാവരും ദൂരെ നിന്നുള്ള ആൾക്കാരാണ്. അവരൊക്കെ അതിനടുത്തുള്ള ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കും. എന്നിട്ട് ലോഡ്ജിൽ ഉണ്ടാവും, ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുമ്പോൾ വരും. പിന്നെ അടുത്തുള്ളവരാണെങ്കിൽ നമ്മൾ പോയി വരുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അന്ന്. അപ്പൊ രാവിലെ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ പിന്നെ പോയി വന്നുകൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത്, ഹോസ്പിറ്റലിലെ ബൈസ്റ്റാൻഡേഴ്സിന് ആവശ്യമില്ല. ഈവൻ ഇനി ആവശ്യം ഉണ്ടെങ്കിൽ പോലും ചേട്ടൻ രാത്രി നിൽക്കും, ഞാന് വീട്ടിൽ വന്ന് ജോലിയൊക്കെ തീർത്തിട്ട് രാവിലെ പോവും. എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഒരു സിനാരിയോ ഇല്ലേ, അതുപോലെ. പിന്നെ കുഞ്ഞു പെണ്ണിനെ അംഗൻവാടിയിലാക്കാം. അംഗൻവാടിയിൽ അവർ നന്നായിട്ട് നോക്കും. രാവിലെ കൊണ്ടാക്കിയാലും അവർ നന്നായിട്ട് നോക്കും. ഈ ഹോസ്പിറ്റലില് കേസ് വരുന്ന സമയത്ത് മാത്രം ഞാൻ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ കുഞ്ഞെ കൊണ്ടാക്കും. അംഗൻവാടി നന്നായിട്ട് നോക്കും. അവര് നമുക്കൊന്നും അറിയണ്ട, ടെൻഷൻ ഇല്ലാതെ അവർ നോക്കിക്കോളും. അങ്ങനെയാണ് അംഗൻവാടിയുടെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൽ വേറെ ബുദ്ധിമുട്ടില്ല. പിന്നെ വീട്ടില് ശോഭനമ്മ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പൊ ഞാൻ വഴക്കുണ്ടാക്കരുതമ്മ, നന്നായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ വന്ന് അമ്മ അലയ്ക്കും. അത് സ്വാഭാവികമാണ്. അത് എൻ്റെ അമ്മയ്ക്കും അറിയാം. രണ്ടമ്മമാരും അഡ്ജസ്റ്റബിൾ ആണ്. ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയതുകൊണ്ട് വിശേഷങ്ങൾ ഇവിടെ നിർത്തുന്നു. ഹോസ്പിറ്റലിനകത്ത് വിശേഷങ്ങൾ വീഡിയോ എടുക്കാൻ പാടില്ല, അതുകൊണ്ട് എടുക്കുന്നില്ല. ബാക്കി അടുത്ത് അപ്ഡേറ്റ് ചെയ്യാവേ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ നിന്ന് അടുത്താണ് ഹോസ്പിറ്റൽ എന്നുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നന്ദപ്പൻ്റെ സ്കൂൾ എൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ. നന്ദപ്പൻ്റെ സ്കൂളിൽ പോയിട്ട് ഹോസ്പിറ്റലിലെത്തി, കുറച്ച് സംസാരിച്ചപ്പോഴത്തേക്കും ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ഇത്രയും വ്യത്യാസമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് ശ്രീചിത്ര വരെ വരാൻ. എന്നൊരു ദൂരം ഇല്ല എന്നല്ല, ചെറിയ ദൂരമുണ്ട്. ബ്ലോക്ക് ആണെങ്കിലും നല്ല സമയം എടുക്കുമേ.